അവിടെ ഞാൻ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ വായിച്ചു ചെയ്യേണ്ട ഒരു ബുക്ക് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒന്ന് ഏകദേശം 13-ാം തീയതി ആയിട്ടുണ്ട്. ഒരു 13-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഓൾമോസ്റ്റ് രണ്ടാമത്തെ ബുക്ക് ഇപ്പോൾ ഇന്നലെ രാത്രി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബുക്കാണത്. നമ്മളൊരു ചെറിയ ചലഞ്ചിലാണ്. ഒരു മാസം ഒരു 3 to 4 ബുക്സ് നമ്മൾ കവർ ചെയ്യുന്ന ലെവലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം വായിച്ച ബുക്കാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്, ആ തവളെത്തുന്ന പുസ്തകം. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അതിനുശേഷം ഇന്നലെ രാത്രി നമ്മൾ ഫിനിഷ് ചെയ്തൊരു ബുക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ബുക്കിനെ പറ്റി പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ബുക്കിൻ്റെ ഓഥറിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് യൂട്യൂബിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫിഗറിങ് ഔട്ട് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാനൽ കിട്ടും. ആ ചാനൽ ഹിന്ദിയിലാണ് ചാനൽ. ആ ചാനലിൽ എന്തൊക്കെ വരുന്നത് വെച്ചാൽ ബിസിനസ് റിലേറ്റഡ്, മെൻ്റൽ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, നെറ്റ്വർക്കിംഗ്, എങ്ങനെ നമുക്ക് സെല് ചെയ്യാം, നെഗോഷിയേഷൻ, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മളെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന, റിയൽ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ലൈഫിൽ എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ, വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു മില്യൺസ് ഓഫ് ഫോളോവേഴ്സൊക്കെ, സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനൽ കാണാൻ പറ്റും. ആ ചാനലിൻ്റെ ഓണർ. അതുപോലെ തന്നെ ആളൊരു പബ്ലിക് സ്പീക്കറാണ്. ഒരുപാട് സ്പീച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടെഡെക്സ് ടോക്കറാണ്. അങ്ങനെ ഒട്ടുമിക്ക അത്യാവശ്യം നല്ല ലെവലിൽ പോപ്പുലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ആദ്യത്തെ ബുക്കാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഈ ബുക്ക് മറ്റൊന്നല്ല, ബിൽഡ് ഡോണ്ട് ടോക്ക്. ഇതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് വരുന്നത്. ഈ ഒരു പുസ്തകത്തിൽ ഞാൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടൊരു സംഭവം എന്ന് പറയാം, ഇവിടെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. തിങ്സ് യു വിഷ് യു വർ ടോട്ട് ഇൻ സ്കൂൾ. അതായത് നമ്മൾ സ്കൂളുകളിൽ നമ്മളിത് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിയൽ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് അത്രയും കാലം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടുവന്നത് കറക്റ്റ് ബാക്കിലൂടെ പറയുന്നുണ്ട്. സ്കൂൾ ടോട്ട് സ്പെസിഫിക് സബ്ജക്ട് ലൈക്ക് മാത്സ് ആൻഡ് ഹിസ്റ്ററി. സ്കൂളുകളിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താ, മാത്സ്, ഹിസ്റ്ററി, സയൻസ് എന്നുള്ള സ്പെസിഫിക് സബ്ജക്റ്റുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എങ്ങനെ സെല് ചെയ്യണം, എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, എങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, എങ്ങനെ ചലഞ്ചസിനെ നേരിടണം, എങ്ങനെ മെൻ്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്യണം, എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യണം, ഇങ്ങനെ നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇത് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ഈ ബുക്ക്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം നമ്മളൊരു മൊമെൻറ്റിൽ ആലോചിക്കും, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ, ഇതൊക്കെ നമ്മളെ സ്കൂളിൻ്റെ സിലബസിൽ ആഡ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബുക്കാണ് ബിൽഡ് ഡോണ്ട് ടോക്ക് എന്ന് പറഞ്ഞത്. ഈ ഒരു ബുക്കിൻ്റെ ജസ്റ്റ് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മളെ കോണ്ടൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതിൽ മെയിൻലി പറയുന്നത്, ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഇങ്ങനെ വരികയാണ്. അതായത് എങ്ങനെ നമുക്ക് റിച്ച് ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അൾട്ടിമേറ്റ് പവർ എന്താണ്. എന്താ സ്റ്റുഡൻറ്റ് അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത്? നമ്മൾ ബെഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ്, താഴത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഗോളിൽ എങ്ങനെ ഫോക്കസ് ചെയ്യാം, അങ്ങനെ എങ്ങനെ സക്സസ്ഫുൾ ആവാം. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ, പിന്നെ നേരെ അത്രയും കാര്യം നമ്മൾ ലൈഫിനെ പറ്റി പറഞ്ഞു. പിന്നെ നേരെ ബിസിനസ്സിലേക്ക് കിടക്കുകയാണ്. എങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യാം, എങ്ങനെ നമുക്കത് നെഗോഷിയേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റിനെ പ്രൈസ് ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ നമ്മൾ പോകുന്ന നേരെ കണ്ടന്റ് ക്രിയേഷനിലേക്ക്. ഒരു കണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം രാജശമാരി രീതിയിൽ പറഞ്ഞു വെച്ചാൽ, ഒന്നെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബുക്ക് വായിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോസ് കാണുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഷമാനി ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു അഡ്വാൻറ്റേജ് ആയി തോന്നിയിട്ടുള്ളത്, ഭയങ്കര ഇൻസ്പയറിങ് ആ ബുക്ക്. അതായത് കാരണം ജസ്റ്റ് ഇവിടുന്ന് കഥ എടുത്ത് എഴുതുന്നതിന് പകരം ഷമാനി ഏറ്റവും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. അവിടുന്ന് അദ്ദേഹം ബിൽഡ് ചെയ്ത് വന്നത്, അവിടുന്ന് അദ്ദേഹത്തിന് ഓരോ ഏജിൽ അനുഭവിച്ച സ്ട്രഗ്ലിങ്സ്, അവിടെ ഓരോ മൊമെൻറ്റിലും അദ്ദേഹത്തിന് വരുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം പുതിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക, അതിൽ ഇങ്ങനെ കയറി വരിക, അദ്ദേഹം തോറ്റുപോയ സ്ഥലങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കംബാക്ക് ചെയ്ത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ബുക്കാണ് ഈ ഒരു ബിൽഡ് ഡോണ്ട് ടോക്ക് എന്ന് പറഞ്ഞത്. ഈ ഒരു ബുക്കിൻ്റെ പേജസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 212 പേജ് ഉണ്ട്. പക്ഷെ ഇതിൽ 212 ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറുതാക്കിയിട്ടുള്ളത്, അത്യാവശ്യം നല്ല വൃത്തിക്കാണ് ഒരു പേജിൽ ഇങ്ങനെ കൊള്ളിച്ചിട്ടുള്ളത്. ഓരോ ടോപ്പിക് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓരോ ഹെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലെ കീ ടേക്ക് വേസ് അതിൽ എന്താക്കും ലാസ്റ്റ് പേജിൽ കൊടുക്കും. ഇതിന് ശേഷം ലാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഒരു 15 പേജസോളം എന്താ വരുന്നത് വെച്ചാൽ, നമ്മളെ ഈ ഒരു ഇന്ത്യയിലുള്ള അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാർ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിഖിൽ കാമത്ത്, സെറോത്തിൻ്റെ കോഫൗണ്ടറാണ്. പിന്നെ രചന റാണഡെ, അതുപോലെ രൺവീർ അലഹാബാദിയ, അൻകുർ വാരിക്കു, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവർ
സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സമയത്ത് അവരെ സ്കൂളിൽ പഠിപ്പിച്ചിടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിലിങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞല്ലോ, നമ്മൾ ഇത്രയും മുമ്പേ അറിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് പോകുന്ന ഒരു ബുക്കാണുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് 212 പേജാണുള്ളത്. ഇതിന് എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി 250 ആ ഒരു പ്രൈസിങ് ഒരു ബുക്കിന് വരുന്നുള്ളൂ. ഞാനിത് ഓൺലൈനിലാണ് വാങ്ങിയത്, ഓഫ്ലൈൻ സ്റ്റോറിൽ ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ പറ്റുന്ന എല്ലാ ആൾക്കാരൊന്ന് വായിച്ചു നോക്കാം. ഗ്യാരണ്ടിയാണ് ഇത് നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒരു കിക്ക് സ്റ്റാർട്ടിന്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുടക്കം, ഒരു പുഷിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ കിട്ടില്ല ബുക്കാണ് ബിൽഡ് ഡോൺ ടോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് പ്രൈസ് 250 ആണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ഡയറക്റ്റ് വാങ്ങാൻ പറ്റും. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുക്ക് വായിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം താഴത്ത് അറിയിക്കുക. ഈ ബുക്ക് വായിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് എന്താക്കുക, അഭിപ്രായം അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാത്തവരെ ബൈ.